വെൽക്കം ബാക്ക് ടു ലൈഫ് സ്റ്റോറീസ് വിത്ത് ഗായത്രി അരുൺ. ഇപ്പം നീലിറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ എന്നുള്ളത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ തന്നെ അറിയാം. ഇന്നലെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. ആ ഒരു ബിഗ് ഡേ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇന്നലെ തിരക്കിൻ്റെ ഇടയ്ക്കൊന്നും വീഡിയോ എടുക്കാനുള്ള അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ പറയാനൊക്കെ ഉള്ള സമയം കിട്ടിയില്ല. എന്തായിരുന്നു ബിഗ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നെയിലിറ്റ് ആക്ച്വലി നമ്മൾ വലുതാക്കിയിരിക്കുകയാണ്, എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നെയിലിറ്റ് ഇപ്പോൾ ഈ ഒരു പോർഷൻ വരെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രയധികം വലിയൊരു സ്പേസിലേക്ക് നെയിലിറ്റ് മാറിയിരിക്കുകയാണ്. തുടക്കത്തിൽ ലേഡീസിന് മാത്രം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് തുടങ്ങിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നെയിലിറ്റ് ഒരു കംപ്ലീറ്റ് ഫാമിലി സലൂൺ ആയിട്ട് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇനോഗ്രൽ ഫംഗ്ഷൻ ഇന്നലെയായിരുന്നു. വളരെ ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു. നമ്മുടെ ഇവിടെ വളരെ അടുത്ത സുഹൃത്തുക്കളും റിലേറ്റീവ്സും ഒക്കെ മാത്രം പങ്കെടുത്തു. കാരണം നെയിലിറ്റിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ജൂലൈ 12 1 year ആയിട്ടില്ല. അത് വലിയൊരു ഗ്രാൻഡ് ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ ഇതൊരു എക്സ്റ്റെൻഡഡ് സ്പേസ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഫംഗ്ഷൻ ആയിട്ടാണ് നടത്തിയത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നെയിലിറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് ഡേ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് കാണാം. ഗായത്രിയുടെ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് എല്ലാവരുടെ അനുഭവത്തോടുകൂടി ടോപ്പിക്കിൽ കടന്നു പോയി. ഇനോഗ്രൽ ഫംഗ്ഷൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു. വളരെ അടുപ്പുള്ള ആളുകൾ മാത്രം പങ്കെടുത്തൊരു ഫംഗ്ഷൻ. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു സ്റ്റെപ്പ് തന്നെയാണ്. കാരണം ചെറിയൊരു സ്പേസിൽ നിന്ന് വലിയൊരു സ്പേസിലേക്ക് മാറി. ഒപ്പം തന്നെ ലേഡീസിന് മാത്രം പ്രയോറിറ്റി കൊടുത്തിരുന്ന സർവീസസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ഫാമിലി സലൂൺ, ജെൻസിനും ലേഡീസിനും കിഡ്സിനും ഒക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കുറച്ചുകൂടെ ഒരു ലാർജർ ആയിട്ടുള്ള ഒരു സർവീസസും സ്പേസും നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ്, അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡൊക്കെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. സർവീസസിനെ പറ്റി എപ്പോഴും ഇരിക്കട്ടെ. യെസ്, സർവീസസിനെ പറ്റി ആദ്യം മുതലേ പലരും നമ്മളോട് സംശയം ചോദിക്കാറുണ്ട്. നെയിലിറ്റ് എന്നുള്ള പേര്, അതിൻ്റെ ഒരു നെയിൽഡിറ്റ് എന്നുള്ള ഒരു സക്സസ് എന്നൊക്കെ പറയുന്ന ഒരു നെയിൽഡിറ്റ് എന്നുള്ളൊരു ഇതിൽ നിന്നാണ് എനിക്ക് നെയിലിറ്റ് എന്നുള്ളൊരു ഐഡിയ വന്നത്. അപ്പോൾ അത് നെയിൽസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടല്ല ആ പേര്. പലരും അങ്ങനെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോഴും പലർക്കും ഡൗട്ടുണ്ട് നെയിൽസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. നെയിൽസ് മാത്രമല്ല, ഇവിടെ എല്ലാ സലൂൺ സർവീസസും അവൈലബിൾ ആണ്. ഇപ്പോൾ ജെൻസിനും അവൈലബിൾ ആണ്. ഫേഷ്യൽസ്, പെഡിക്യൂർ, മാനിക്യൂർ, ഹെയറിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും, ഹെയർ കട്ട്, കളറിങ്, നമ്മുടെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്സ്, കെരാറ്റിൻ, സ്മൂത്തനിങ്, പിന്നെ ബ്രൈഡൽ മേക്കപ്പ്, ഗ്രൂം മേക്കപ്പ്, അതേപോലെ തന്നെ അങ്ങനെ എല്ലാ സലൂൺ സർവീസസും അവൈലബിൾ ആണ്. ജെൻസിൻ്റെ ഗ്രൂമിങ് അതെല്ലാം. അപ്പോൾ പിന്നെ ഒരു സംശയം, പ്രൈസ് എങ്ങനെയാണ്, പ്രൈസിങ് കുറച്ച് റേറ്റ് നമുക്ക് അഫോർഡബിൾ ആണോ എന്നുള്ള ഡൗട്ട്സ് ഉണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ് ആണ് നമ്മൾ വച്ചിരിക്കുന്നത്. കാരണം ഞാൻ തുടങ്ങിയത് എൻ്റെ നാടായ ചേർത്തലയിൽ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ എന്താണ് ഇവിടുത്തെ ഒരു പൊതുവേ ഉള്ള പ്രൈസിങ് എന്തൊക്കെയാണ് എന്നുള്ള മാർക്കറ്റ് സ്റ്റഡി ഒക്കെ നടത്തിയിട്ട് തന്നെയാണ് ഞാനിവിടെ എല്ലാത്തിനും പ്രൈസിങ് ഇട്ടിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എല്ലാം വളരെ പ്രീമിയം ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണെങ്കിൽ കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നെയിലിറ്റിനെ കുറിച്ച് പൊതുവേ പറയാനുള്ള കാര്യങ്ങൾ. ഇനി സ്പേസൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നമ്മൾ കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ ഒരു ഫേഷ്യൽ റൂമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യം ഫേഷ്യൽ റൂമൊക്കെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ ഫേഷ്യൽ റൂം വന്നിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ഹെയർ സ്പായ്ക്ക് ഒരു എക്സ്ട്രാ സ്പേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഡബിളായി ഇപ്പോൾ. അപ്പം കുറച്ച് ആളുകൾ കൂടുതൽ വന്നാലും നമുക്ക് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇത്രയും ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പാൻഷനൊക്കെ പോസിബിൾ ആയത് തീർച്ചയായിട്ടും നമുക്ക് നമ്മളിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെയും ഒപ്പം തന്നെ എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു സ്ട്രോങ് ടീമുണ്ട്.
നെയിലിറ്റ് ഫാമിലി എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ടീമിൻ്റെ സപ്പോർട്ടും ഒക്കെ തന്നെയാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു എക്സ്പാൻഷനൊക്കെ സാധിച്ചത്. അതിന് ഇവർ സത്യത്തിൽ കസ്റ്റമേഴ്സ് ആണെങ്കിലും സ്റ്റാഫ്സ് ആണെങ്കിലും, കാരണം ഓൾറെഡി ഉള്ളൊരു സ്പേസിനോട് ജോയിൻ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ പൊടിയും ഒക്കെ ഈ ഒരു കഴിഞ്ഞ 2 മാസമായിട്ട് ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നത് നെയിലിറ്റ് ഫാമിലി തന്നെയാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു നന്ദി പറയുകയാണ് ഈ വീഡിയോയിലൂടെ. ആൻഡ് ഫാമിലി ആയിട്ട് വന്നാൽ തീർച്ചയായിട്ടും ഒരു സെൽഫ് പാമ്പറിങ്ങിനും ഒരു എന്താ പറയുക ഹോൾ ഫാമിലിക്ക് ഒരു ഗ്രൂമിങ്ങിനും ഒക്കെ ഉള്ള ഒരു സ്പേസ് ആയിട്ട് നെയിലിറ്റ് വളർന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യൂ. ഇതൊക്കെയാണ് നെയിലിറ്റിൻ്റെ പുതിയ വിശേഷങ്ങൾ, എൻ്റെ പുതിയ വിശേഷങ്ങൾ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.